Praise the Lord. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്വസ്ത്രം. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇന്നത്തെ സംസാരിക്കുന്ന ഭാഗം. നമുക്ക് ഒരു മിനിറ്റ് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പിതാവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് ഇന്ന് സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഇന്ന് കർത്താവിന്റെ വചനം പറയുമ്പോൾ അനേകം ആൾക്കാർ കർത്താവിനെ അറിയാനുള്ള കുറവ് കൊടുക്കുന്നവർക്ക് കർത്താവെ നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവെ ഈ വചനം അനേകം ആൾക്കാരിലേക്ക് അനേകം സ്ഥലങ്ങളിലേക്ക് എത്തുവാനുള്ള കുറവ് കൊടുക്കുന്നവർക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ വചനം ഷെയർ ചെയ്യുന്ന ഓരോ വ്യക്തിയോട് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. In Jesus' name I pray. Amen. Thank you, Holy Spirit, you are taking control of this section. In Jesus' name I pray. Amen. So God bless you. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസം കർത്താവ് തരുന്നതിനോട് നന്ദി പറയാം. ദിവസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരുന്നു. അപ്പൊ ഇന്ന് കർത്താവിന്റെ വചനം ഒന്ന് ഷെയർ ചെയ്യുന്നത് 2 Corinthians chapter 2 verses 14. Praise the Lord. അതില് 2 കൊരിന്ത്യക്കാർക്ക് ലേഖനം, അതില് കൊരിന്ത്യക്കാർ ലേഖനം 2 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം, അത് 2-ാം അധ്യായം, അതില് 14-ാം വാക്യം. ഇതിൽ അപ്പോസ്റ്റൽ പോൾ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്ന ആൾക്കാരെ, യേശു ക്രിസ്തുവിൽ ഇരിക്കുന്ന ആൾക്കാരെ, ക്രിസ്തുവേശുവിൽ ഉള്ള ആൾക്കാരെ എന്താ പറയുന്നത്? ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്വസ്ത്രം. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാല് യേശു ക്രിസ്തുവിനോട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയാണെങ്കിൽ, കർത്താവിനോട് നമ്മൾ ഫെലോഷിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവ് ഏത് സമയം നമ്മളെ ജയോത്സവമായിട്ടാണ് നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ ലോകത്തിന്റെ മുമ്പില് നമ്മള് ചിലപ്പോൾ നമ്മൾ പരാജയമായിരിക്കാം. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു, ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് റോമക്കാർക്ക് എഴുതിയ ലേഖനത്തില് 8-ാം അധ്യായം അതിൽ 1-ാം വാക്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലൻ പോൾ വഴിയായിട്ട് എഴുതുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇതിൽ പറയുന്നത് വെച്ചാല് ഈ കർത്താവ് ഈ ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ വായിക്കുവാണെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള ഒരാൾക്ക്, പിതാവായ ദൈവത്തിലിരിക്കുന്ന ഒരാൾക്ക്, പഴയ നിയമത്തിൽ നമുക്ക് അറിയാം ക്രിസ്തു ഉണ്ടായിരുന്നു. പക്ഷെ ക്രിസ്തു ദേഹരൂപം ധരിച്ച് ലോകത്തേക്ക് വന്നില്ലായിരുന്നു. പഴയ നിയമത്തില് പിതാവായ ദൈവം, ഗോഡ് ഈസ് എ സ്പിരിറ്റ്, അത് സ്പിരിറ്റിൽ ആത്മാവായ ദൈവം ആത്മാവിൽ, പ്രൈസ് ദി ലോർഡ്, വേണ്ട ഗൈഡൻസ് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു പഴയ നിയമത്തിൽ. നമുക്കറിയാം അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, നോഹ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ തുടങ്ങിയ എല്ലാവർക്കും ഈ പ്രോഫറ്റ് എന്ന് കഴിഞ്ഞാൽ ജെറമിയ, ഐസയ, എസക്കിയേൽ, പ്രൈസ് ദി ലോർഡ്, കിങ് ഡേവിഡ് തുടങ്ങിയ ആൾക്കാർക്ക് എല്ലാവർക്കും ആത്മാവിൽ, പ്രൈസ് ദി ലോർഡ്, ഗൈഡൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായിട്ട് വോയിസിലൂടെ തന്നെ സംസാരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ അവരെല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിച്ച വ്യക്തികളാണ്. ഒന്നല്ല വേറെ രീതിയിൽ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി സ്ട്രഗിൾ അനുഭവിച്ച ജീവിതത്തിൽ. പക്ഷെ കർത്താവ് വചനം പറയുന്നു, പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ പുതിയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവമായിട്ട് നടത്തുന്നത്. എല്ലാം തകർന്നു വന്ന് അന്താശിക്കൽ ചിന്തിക്കും. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മൾ ജയോത്സവമായിട്ട് നടക്കുകയാണ്. ഇപ്പൊ ലോകത്തിന്റെ രീതി നമ്മൾ തളർന്നു പോയെന്ന് ചിന്തിക്കും. പക്ഷെ കർത്താവിന്റെ ഐസിൽ, കർത്താവിന്റെ കണ്ണിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മള് പരാജയത്തിൽ നിന്ന്, പരാജയമല്ല, അത് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് യാക്കോബിന്റെ ജീവിതം നമ്മൾ എടുക്കുവാൻ നമുക്കറിയാം. യാക്കോബിന്റെ ജീവിതം നമ്മൾ എടുക്കുവാൻ വളരെ വായിച്ച് നല്ലായിരുന്നു ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. യാക്കോബിന്റെ ജീവിതം എടുക്കുവാണെങ്കിൽ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എല്ലാം വീട് വിട്ട് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. വീട് വിട്ട് യാക്കോബ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ യാക്കോബ് തന്നെ ഉള്ളൂ, ഒരു സാധനം എടുത്തുകൊണ്ട് പോയില്ല. പക്ഷേ കർത്താവ് യാക്കോബിനെ പ്രത്യക്ഷപ്പെട്ടു. സ്വപ്നത്തിൽ സ്വപ്നം കൊടുത്തു. രാത്രി ഉറങ്ങിക്കിടന്ന് സ്വപ്നം കൊടുത്തു. ഒരു കോവണി,
ഒന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമി വരെയും ആയിരിക്കുന്ന ഒരു കോവണി, അതിലൂടെ ദൈവത്തിന് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഉറക്കമുണർന്നു യാക്കോബ്, ഇത് ദൈവം സംസാരിച്ചതാണ് എന്ന് യാക്കോബ് പിന്നെ ദൈവത്തെ വിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. തുടർമാനോടെ യാക്കോബ് അവിടെ ഒരു തലേണയായി വെച്ചിരുന്ന കല്ലെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന യാഗോടമായിട്ട് വെച്ചിട്ട്, എന്നിട്ട് കർത്താവ് യാക്കോവിനെ പ്രോമിസ് ചെയ്യാണ്, ഈ കിടക്കുന്ന ദേശത്ത് നിന്നെ തിരിച്ചു കൊണ്ടുവരും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം അത്രമാത്രം നമുക്കറിയാം ബുദ്ധിമുട്ടി 14 വർഷക്കാലം ഭാര്യമാർക്ക് വേണ്ടി പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അധ്വാനിച്ചു. പ്രൈസ് ലോർഡ്. തുടർമാനമായിട്ട് നമുക്കറിയാം ലാബാനും പേരിയും യാക്കോവിനെ പറ്റിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായി കാരണം, കർത്താവിൽ ആശ്രയിച്ച കാരണം കർത്താവ് തകരാൻ അനുവദിച്ചില്ല. ലോകത്തിന്റെ രീതിയിൽ ഒരുപക്ഷെ ആ ദിവസങ്ങളും വർഷങ്ങളൊക്കെ തകർച്ചയായിരിക്കാം. പക്ഷെ കർത്താവ് അതിലൂടെ യാക്കോവിനെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിലൂടെ തന്നെ പ്രൈസ് ലോർഡ് വിജയം കൊടുത്തു യാക്കോവിന്. പ്രൈസ് ലോർഡ്. അപ്പം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, വർഷങ്ങൾക്ക് ശേഷം 10-20 വർഷത്തിന് ശേഷം യാക്കോബ് അനേകം സമ്പത്തുമായിട്ടും അതേപോലെ തന്നെ ഭാര്യമാരുമായിട്ടും പുത്രന്മാരുമായിട്ടും ദാസന്മാരുമായിട്ടും യാക്കോബ് സെയിം പ്ലേസായി ലുസിലേക്ക് തന്നെ തിരിച്ചു വന്നു. ബഥേൽ വേറിട്ട പ്ലേസിലേക്ക്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ധകാര ശക്തികൾ നമ്മളെ ഏതൊക്കെ രീതിയിൽ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ആയിരിക്കുന്ന മേളിൽ ഏതൊക്കെ രീതി നമ്മളെ തകർക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ അപ്പം അത് കണ്ട് നമ്മൾ പുറകോട്ട് വരും. ഞാനൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പം ആ ദേശശക്തികൾ ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രസംഗിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ, കേംബ്രിഡ്ജ് ഷെയർ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ പറ്റത്തില്ലാത്ത രീതി, നോർഫോർക്കിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ വന്നിട്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ കരകയറാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിലുള്ള ഈ ദൈവം നമ്മളെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വിടിപ്പിക്കും എന്നുള്ള ദൃഢവിശ്വാസമാണ്. അതാണ് പറഞ്ഞത് ലൂക്കായുടെ സുവിശേഷം, ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സസ് 19. അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല വിലത്തെയും ചവിട്ടുവാനുള്ള അധികാരം കർത്താവ് നമുക്ക് തന്നു കഴിഞ്ഞു. കർത്താവ് പറയുകയാണ്. അപ്പം ദൈവമക്കൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങൾ. ബുദ്ധിമുട്ട് ഇല്ല എന്ന് വിചാരിച്ച് കർത്താവിനെ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി ആരും വരണം. പ്രൈസ് ലോർഡ്. ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞ് കർത്താവിന് വചനം പ്രസംഗിക്കുവാണെങ്കിൽ ഇരട്ടി ബുദ്ധിമുട്ടുണ്ടാവും, ഇരട്ടി പ്രയാസങ്ങളുണ്ടാവും. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ ശരീരമെല്ലാം പരീക്ഷയോട് കൂടി പോക്ക് വഴിയിലൂടെ തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ബുദ്ധിമുട്ടുകളോട് കൂടി നമുക്ക് അതിന് സൊല്യൂഷൻ തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ലോർഡ്. ക്ഷാമത്തോട് കൂടി സമൃദ്ധിയും തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് ഇസ്ഹാക്ക് ക്ഷാമകാലത്ത് വിതച്ചു. കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷാമകാലത്ത് സ്റ്റെപ്പ് വെച്ചപ്പോൾ കർത്താവ് സമൃദ്ധി കൊടുത്തു. പ്രൈസ് ലോർഡ്. ഹെൽത്തി. ഇപ്പൊ ഞാൻ ഇന്ന് പഴയ നിയമത്തിൽ വായിക്കുമായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺലൈൻ വാച്ച് ചെയ്യുന്ന എല്ലാവരോടും ഇന്ന് ഷെയർ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. ഷിബു ചേരൻ, ഗോഡ് ബ്ലസ് യു. രാജേന്ദ്ര മാഷ്, ടോമി മാത്യു, ക്ലെയർ, പെക്സി, ഗോഡ് ബ്ലസ് യു. പ്ലീസ് ഷെയർ ദിസ്. ഇന്ന് ഞാൻ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്ന് വായിക്കുകയായിരുന്നു. ഉൽപ്പത്തി ദിവസം വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ 2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റെ മനസ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവൊന്ന് ടച്ച് ചെയ്യാനായിട്ട് ഇടവന്നു. പ്രൈസ് ലോർഡ്. അതൊന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ വായിക്കുന്ന ഉൽപ്പത്തിയുടെ പുസ്തകം അതെല്ലാവർക്കും അറിയാവുന്ന ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 1 verses 27. Our God is calling Abraham. ജസ്റ്റ് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. Verses 1 chapter 1 book of Genesis, not chapter 1, okay, chapter 12 verses 1. ഇതിൽ പറഞ്ഞിട്ട് 12-ാം അധ്യായം അതിൽ 1-ാം വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. ഇതിൽ വായിക്കുന്നത് വെച്ചാൽ, യഹോവ അബ്രഹാമിന് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് ഞാൻ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഐ വിൽ ബ്ലസ് ദോസ് ഹു bless you and I will curse him who curses you. Praise the Lord. And in you all the families of the earth shall be blessed. Praise the Lord. 4-ാം വാക്യം പറയുന്നത്, യഹോവ തന്നോട് കൽപ്പിച്ചത് അബ്രഹാം പുറപ്പെട്ടു. അബ്രഹാം കാലെടുത്ത് വെച്ചു, മുമ്പോട്ട് വെച്ചു. ലോത്തും അവനോടുകൂടെ പോയി ഹരാനിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായി. തുടർന്ന് പറയുവാണ്. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞു കഴിഞ്ഞാല് ചാപ്റ്റർ 12 verses 6 പറയുന്നത് വെച്ചാൽ, അബ്രഹാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൺ മോരെ വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു.
അതാണ് Abraham passed through the land to the place of Shechem. Praise the Lord. അതാണ് അബ്രഹാം, കർത്താവ് വിളിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്ന് ആ സ്ഥലത്തൂടെ നടന്നു, പറഞ്ഞ സ്ഥലത്തൂടെ നടന്നു. ആ നടന്ന് കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ്, ഒരു പ്രവൃത്തി ചെയ്തപ്പോഴാണ്, കർത്താവിന്റെ വാക്ക് അനുസരിച്ച് കഴിഞ്ഞപ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചുമ്മാ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ കർത്താവ് ഒന്നും ചെയ്യത്തില്ല. കർത്താവ് പറഞ്ഞു, വിളി കേട്ടു, ഹരാലിന് അബ്രഹാം പുറത്തു വന്നു, ലോത്തൂടെ കൂട്ടി. പ്രൈസ് ദി ലോർഡ്. പിന്നെ കർത്താവ് പറഞ്ഞ സ്ഥലത്തൂടെ അബ്രഹാം നടന്നു. അതാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 12 വേഴ്സ് 6 ഇതിൽ പറയുന്നത് എബ്രഹാം പാസ്ഡ് ത്രൂ ദ ലാൻഡ് ടു ദ പ്ലേസ് ഓഫ് ഷെഖേം. ഇതാണ് ഷെഖേം എന്ന സ്ഥലത്തൂടെ എല്ലാം അബ്രഹാം നടന്നു. ഒരു പ്രവൃത്തി ചെയ്തു, കാലെടുത്ത് വെച്ചു, ഒരു പ്രവൃത്തി ചെയ്ത് അബ്രഹാം നടന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഫെയ്ത്ത് ഇൻ ആക്ഷൻ, അതാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്യുന്നവരെയാണ് കർത്താവ് ജയോത്സവമായിട്ട് വഴി നടത്തുന്നത്. എത്ര ബുദ്ധിമുട്ട് നടന്നു കഴിഞ്ഞാലും കർത്താവ് സംരക്ഷിക്കുന്നത് കർത്താവിന്റെ വാക്ക് കേട്ട് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ. കർത്താവിന്റെ വാക്ക് കേട്ട് വീട്ടിയിരിക്കുകയല്ല, പക്ഷെ മറിച്ച് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വിശ്വാസത്തിന്റെ, ഫെയ്ത്തിന്റെ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ. അബ്രഹാം വീട്ടുകാരുടെ നാട്ടുകാരോടൊന്നും പെർമിഷൻ ചോദിക്കാൻ പോയില്ല, സ്വന്തക്കാരോടൊന്നും പെർമിഷൻ ചോദിക്കാൻ പോയില്ല. ഞാൻ രക്ഷിക്കപ്പെടട്ടെ, ഞാൻ സ്നാനപ്പെട്ടെ, ഞാൻ സ്നാനപ്പെട്ടോട്ടെ എന്ന് ഹസ്ബൻഡ് ആൻഡ് വൈഫിനോട്, പിള്ളേരോടൊന്നും അനുവാദം ചോദിക്കാൻ പോയില്ല. This is entirely, this is the personal things, your personal things. Praise the Lord. Hallelujah. Salvation is a personal things, my personal things, your personal things. അതാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട എന്ന് നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. അത് വേറെ ഒരാളുടെ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. Praise the Lord. നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ കല്ലറയിലേക്ക് പോകുമ്പോൾ, praise the Lord, after your death you are going alone to the tomb. Praise the Lord. Hallelujah. അതാണ്. അപ്പൊ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളെ ചവടക്കാന്നൊക്കെ പറയും. Praise the Lord. ഞാനൊക്കെ കത്തോലിക്ക സഭയിലായിരുന്നു. അപ്പൊ അന്ന് നാം അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ സ്വന്തക്കാരെ, നാട്ടുകാരെല്ലാരും വന്നിട്ട് അവരെ കരയുന്നവരൊക്കെ ചിലക്ക് കാണിക്കും. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് അവരെ വഴിക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ സങ്കടം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അവര് ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് അത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് മരിച്ചു കഴിയുമ്പോഴാണ് ആഘോഷങ്ങൾ. 41, 21, 50 ആണ്ട്. അപ്പൊ ഇത് വർഷം കഴിക്കാണ്ട് ആൾക്കാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരിക്കുന്നതിന് മുമ്പ് ഈ ആഘോഷങ്ങളൊന്നുമില്ല. ഇത് കഴിയുമ്പോഴാണ് ഈ കത്തോലിക്ക സഭയിലേക്ക് ഞാൻ പറയുക, ആരും കുറ്റം പറയുക. പ്രൈസ് 40, പ്രൈസ് 8 ആണ്ട്, 41 ഒപ്പീസ്, ഇതെല്ലാം പൈസ പരിപാടി മൊത്തം മരിച്ചു കഴിയുമ്പോഴാണ് ഒരാൾക്ക് വില വരും. പ്രൈസ് ലോർഡ്. അത് അപ്പൊ ആ ബോഡിക്കാണ്, ആത്മാവിനല്ല. പ്രൈസ് ലോർഡ്. അപ്പൊ അപ്പൊ നമുക്ക് മരിച്ചു കഴിയുമ്പോൾ ആത്മാവിനാ വില വേണം, ഈ ലോകത്തിലെ ഭക്ഷണത്തിനല്ല വേണം. ആത്മാവിന്റെ വില നമുക്ക് കിട്ടുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യവും വേണം. ബോഡി എവിടേക്കോ പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതിനുവേണ്ടി ചടങ്ങുകൾ വെച്ച് അവർക്ക് ഭക്ഷണം കഴിച്ചു അതിന് കുഴപ്പമൊന്നുമില്ല. ഇതിന് ചടങ്ങിലുകൊണ്ട് യാതൊരു കാര്യമില്ലെന്ന് ഞാൻ പറയുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടാതെ നമുക്ക് മരിച്ചു കഴിഞ്ഞ് ആഘോഷങ്ങൾ വെച്ചിട്ട് യാതൊരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ പേഴ്സണൽ തിങ്സ് ആണ്. നമ്മളും കർത്താവുമായിട്ടുള്ള ആ പേഴ്സണൽ റിലേഷൻഷിപ്പാണ് നമ്മൾ രക്ഷിക്കപ്പെടേണ്ടതെന്നത്. ഒരാളുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ, praise the Lord. Hallelujah. I'm preaching in Malayalam today. Praise the Lord. Tomorrow I'll be preaching in English. Today I'm preaching. This is a part. This part. That's the part that means. Okay. But the 2 Corinthians chapter 2 verses 14. But thank the people, those who are watching in English. This is what 2 Corinthians chapter 2 verses 14. This Bible says, but thanks be to God, who always leads us in triumph in Christ. Praise the Lord. Hallelujah. That means always the people, those who are in Christ Jesus, you are walking from glory to glory, from victory to victory. This is a message today I'm preaching. Praise. And also quoting reference, I was preaching book of Genesis chapter 12 verses 1 to 8 and the life of Abraham. This is what is about. Brother Stephen, God bless you. Stephen Teman, God bless you. Thomas Rai, God bless you. God bless you. Today message, Malayalam message. Tomorrow we'll be preaching in English. Praise the Lord. Only every week, 2 days, Tuesday and Thursday will be in Malayalam. Praise the Lord. Rest of all the days will be in English. Praise the Lord. Hallelujah. God bless you. Thank you very much. So, ബൈബിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ബൈബിൾ പറയുന്നത് കഴിഞ്ഞാല് അബ്രഹാം ഷേഖേം എന്ന സ്ഥലം വരെയും ആ ദേശത്തോട് സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ച അബ്രഹാമിന് കർത്താവ് വാഗ്ദത്തം കൊടുക്കുകയാണ്. വേഴ്സസ് 12 പറയുവാണ്. അതിൽ 12 അതിലെ 7 വാക്യം പറയുവാണ്. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 12 വേഴ്സസ് 7 ഇതിൽ പറയാണ്, the Lord appeared to Abraham and said to your, praise the Lord, descendants, I will give this land. And there he built an altar to the Lord who had appeared to him.
That means Abraham gave the thanks and praise to the Lord. Praise the Lord. Hallelujah. After getting this revelation from the Lord. ബൈബിൾ എന്ന് വെച്ചാൽ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കും എന്ന് അരുൾ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തനിക്ക് പ്രത്യക്ഷനായി യഹോവയ്ക്ക് അവനൊരു യാഗപീഠം പണിതു. യഹോവ എങ്ങനെയാണ് അബ്രഹാമിന് പ്രത്യക്ഷനായത്? യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായത്, യഹോവ അബ്രഹാമിനെ വിളിച്ചു. ഹാരാനിൽ നിന്ന് പുറത്തു വരാൻ പറഞ്ഞു. ആരുടെ പെർമിഷൻ ചോദിച്ചു അബ്രഹാം പുറത്തു വന്നു. അതിൽ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 12 വേഴ്സസ് 6 വായിക്കുവാണെങ്കിൽ പുറത്തു വന്നിട്ട് നമുക്കറിയാം ഷെഖേം എന്ന സ്ഥലത്തൂടെ കർത്താവ് പറഞ്ഞ സ്ഥലത്തൂടെ എല്ലാം നടന്നു. അവിടെ സ്റ്റെപ്പ് പിന്നോച്ച് വെച്ചപ്പോഴാണ് കർത്താവ് വീണ്ടും വാക്തത്വങ്ങൾ കൊടുക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വാക്തത്വം വേണം എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കാര്യം ചെയ്യണമെങ്കിൽ കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പ്രോഫിറ്റ്സ് വഴിയായിട്ട്, ഏതെങ്കിലും പാസ്റ്റേഴ്സ് വഴിയായിട്ട്, അല്ലെങ്കിൽ ബൈബിൾ വായിക്കും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് റെവലേഷൻ തന്നിട്ടുണ്ട്, പോകേണ്ട വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്, വാക്തത്വ വചനങ്ങൾ തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വാക്തത്വ വചനം എടുത്ത് നമ്മൾ മുമ്പോട്ട് സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അടുത്ത പടി കർത്താവ് പറഞ്ഞു തരും നമ്മളോട്. അടുത്ത ലെവൽ കർത്താവ് നമ്മളോട് പറഞ്ഞു വരും. നമ്മളൊരു ഓട്ടോമാറ്റിക് ഡോറിന് ഫ്രണ്ടിൽ പോയിരിക്കുമ്പോൾ ആ ഡോർ ചുമ്മാതെ ഓപ്പൺ ആകത്തില്ല. അതെങ്ങനെയാ ഡോർ ഓപ്പൺ ആകുന്നത്? നമ്മൾ നടന്ന് 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 ആ ഡോറിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴാണ് ഇതിങ്ങനെ ഓപ്പൺ ആവും. Praise the Lord, hallelujah. That's what I see. So hallelujah, glory be to God. Praise the Lord, hallelujah. നമ്മൾ നടന്ന് ചെല്ലുമ്പോഴാണ് ഡോർ ഓപ്പൺ ആകുന്നത്. അല്ലെങ്കിൽ ഓപ്പൺ ആകത്തില്ല. നമ്മൾ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് വഴികൾ ഓപ്പൺ ആകുന്നത്. അതാണ് നമുക്ക് പറയുന്നത് വെച്ചാല് കർത്താവ് ബൈബിളിനകത്ത് തന്നെ പറയുന്നുണ്ട്. ബൈബിളിനകത്ത് തന്നെ നമുക്ക് റെവലേഷന്റെ നമുക്കൊരു വെളിപാടിന്റെ പുസ്തകം എടുക്കാം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സസ് 8. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. അവിടെ ഒരു പ്രവൃത്തി ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയാണ്, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത ആൾക്കാർക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിന്റെ കണ്ണിൽ നിന്നെ തൊടുന്ന എന്റെ കണ്ണിലെ കൃഷ്ണമഴയെ തൊടുന്ന കർത്താവ് എന്റെ കൃഷ്ണമഴയെ തൊടുന്നതിന് തുല്യമാണെന്ന് കർത്താവ് പറഞ്ഞു. അപ്പം അത് കർത്താവിന് വേണ്ടി നിന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ, കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ അവർക്കെതിരെ തൊട്ട് കഴിഞ്ഞാലാണ് കർത്താവ് പറയുന്നത് അത് എന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു. അല്ലാതെ രക്ഷിക്കപ്പെട്ട് ലോകത്തിന്റെ ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തരപ്പര നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയല്ല കർത്താവ് പറഞ്ഞത്. കർത്താവിന്റെ വചനം പ്രസവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി, കർത്താവിനോട് ഫെലോഷിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി. The people those who are making the fellowship with God. Our God is saying, I will protect you. Because Psalm chapter 91, because Psalm chapter 23, all the protections which our God has written in the Bible by the revelation of the Holy Spirit, all the protection, the people those who are doing something for God, the people those who are in Christ Jesus. This is for you and praise the Lord, hallelujah. അതാണ് കർത്താവ് പറയുന്നത്. ആ പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി കർത്താവ് പ്രൊട്ടക്ഷൻ തരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് എന്താ പറയുന്നത്, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. അവളൊരു പ്രവൃത്തി ചെയ്തു, അബ്രഹാം ഒരു പ്രവൃത്തി ചെയ്തു. നമുക്കറിയാം ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തിയുടെ പുസ്തകം 14 അധ്യായത്തിൽ കർത്താവ് വിളിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്രഹാം ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വിളിച്ചു. അവർ ഗോഡ് ഹസ് കോൾഡ് എബ്രഹാം. ഹി കെയിം ഔട്ട് ടു ദ പ്ലേസ് കോൾഡ് ദ ഹാരാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ആഫ്റ്റർ ദാറ്റ് ഹി വാസ് വാക്കിംഗ് ബൈ ഫെയ്ത്ത്. പ്രൈസ് ദി ലോർഡ്. ബിക്കോസ് ഓഫ് ദിസ് റീസൺ അവർ ഗോഡ് ഗേവ് ദ പ്രോമിസ് ടു എബ്രഹാം, I bless your generations. Praise the Lord. Today, if you are doing something for God, according to the gospel, according to Matthew chapter 28, verses 18, Bible is saying, go and preach this gospel to everybody. Praise the Lord. The day, the time is the moment when you start your gospel work. Our God will open your impossible things. Our God will open all the doors one by one. Praise the Lord. Because our God is a promise keeper. But only one thing, you have to do something. You have to show some response from your side. You have to put one step forward and show to the Lord, tell to the Lord, and do something for it. Then our God can do the things which is impossible you are thinking in your life. Our God can make everything in favor of you. That means, in other words, the God's favor will come to you. അതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. പ്രവൃത്തി ചെയ്യുന്നവർ, കർത്താവിനോട് അറിയുന്നവർക്ക്. കർത്താവിനോട് പൗലോസ് പറഞ്ഞു, ക്രിസ്തുയേശു ജയോത്സവമായിട്ട് എന്നെ വഴി നടത്തുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി പൗലോസ് ഒരു പ്രവൃത്തി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കർത്താ ദൈവസഭയെ പീഡിപ്പിച്ച വ്യക്തിയായിരുന്നു പൗലോസ്. അപ്പോസ്തലൻ പറഞ്ഞ് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അത്യന്തം പീഡിപ്പിച്ച വ്യക്തിയായിരുന്നു. സ്തെഫാനോസ് കൊല്ലപ്പെട്ടു. തുടർമാനോട്ട് കർത്താവിനെ അറിഞ്ഞു. എവിടെയൊക്കെ കർത്താവിനെ പീഡിപ്പിച്ചോ അവിടെയെല്ലാം ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ് എന്ന് എല്ലാവരും പ്രഖ്യാപിച്ചു. പൗലോസ് പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തി ചെയ്ത പൗലോസിനെ നമുക്കറിയാം കപ്പലപകടമുണ്ടായി.
പ്രൈസലോ. കള്ള സഹോദരന്മാരെ ആക്രമണം ഉണ്ടായി. പ്രൈസലോ. പല സ്ഥലങ്ങളിലും പൗലോസിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നു. അപ്പൊ ആ സമയത്ത് കാരാഗ്രഹം തുറന്ന് കർത്താവ് പുറത്തു കൊണ്ടു. കപ്പല് അപകടം ഉണ്ടായില്ല. അത് ചരക്കും കപ്പലും പോയി എങ്കിൽ തന്നെയും മെലീത്ത എന്ന ദ്വീപിലേക്ക് പൗലോസ് വന്നു. കർത്താവിന്റെ കൃപയാലെത്തി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ അങ്ങോട്ട് കൊണ്ടുവന്നു. ജീവൻ കാത്തു. പ്രൈസലോ. ഹല്ലേലൂയ. അണലിലേക്ക് അടിച്ചു എങ്കിൽ തന്നെയും അവിടെ നിന്നും കർത്താവ് പ്രൊട്ടക്ഷൻ കൊടുത്തു. കാരണം ചില കർത്താവിന് വേണ്ടി നിന്ന വ്യക്തിയാണ് പൗലോസ്. ചിലത് നമുക്കറിയാം. അപ്പൊ കുറെ നാള് പ്രൈസലോ. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറഞ്ഞു കഴിഞ്ഞാല് കർത്താവിനെ ആശ്രയിക്കും. ചിലപ്പം ചില സമയത്ത് കർത്താവ് സംസാരിക്കത്തില്ല പറയും. നമ്മൾ കഴിഞ്ഞ എല്ലാവരും സംസാരിക്കും. ചില സമയത്ത് നമ്മളോട് കർത്താവ് മിണ്ടത്തില്ല എന്ന് വിചാരിച്ച് കർത്താവിന്റെ ഫേവർ നമ്മൾ പോയെന്നാണോ? ഒരിക്കലും അല്ല. അപ്പൊ കർത്താവിലേക്ക് നമ്മൾ കൂടുതലായിട്ട് അടുത്ത് വരും. ചില സമയത്ത് കർത്താവ് നമ്മളെ മൈൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഉള്ളിൽ. പ്രൈസലോട്ട് നമുക്കൊരു നമ്മളൊരു ഫാമിൻ ടൈമിലൂടെ ഒരു വരൾച്ച, നമുക്കറിയാം, നമുക്ക് ദേശത്ത് വരൾച്ച വരുമ്പോൾ എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു വരണ്ട അവസ്ഥ നമ്മളൊക്കെ മരുഭൂമിയുടെ അവസ്ഥ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും. ഒരാളും സപ്പോർട്ട് ചെയ്യാൻ കാണത്തില്ല. വീട്ടുകാരും നാട്ടുകാരും സ്വന്തക്കാരും അവരൊന്നും ഒരിക്കലും മരത്തില്ല. പ്രൈസലോട്ട്. അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആൾക്കാർ വരും, ചിലപ്പോൾ കാലുകൊണ്ട് തൊഴിക്കും. പ്രൈസലോട്ട്. രക്ഷയോട് സ്ഥാനപ്പെട്ടെന്ന് പറഞ്ഞ ആൾക്കാർ വരും, ചിലപ്പോൾ നമ്മളെ അവിടെ മാറുമ്പോൾ നമുക്കിട്ട് ചവിട്ട് തരും. പക്ഷെ അതൊന്നും നോക്കണ്ട. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവും. പക്ഷെ അതിലൂടെ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രൈസലോട്ട്. ഹല്ലേലൂയ. ഒരു നാള് കർത്താവിന്റെ വിജയമുണ്ട്. കാരണം വെച്ചാൽ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെക്കണം. അബ്രാഹത്തിന്റെ ജീവിതത്തിൽ കുറെ നാൾ ഒന്നും കാണത്തില്ലായിരുന്നു. പ്രൈസലോട്ട്. വാഗ്ദത്തം കൊടുത്തു കഴിഞ്ഞപ്പോൾ 75 വയസ്സിൽ കർത്താവിന് വേണ്ടി ഇറങ്ങി. പ്രൈസലോട്ട്. അത് 24 വർഷത്തിന് ശേഷമാണ് വാഗ്ദത്തം വരുന്നത്. പ്രൈസലോട്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ കുറെ നാളൊരു വരൾച്ചയുടെ അനുഭവം ഉണ്ടാവും. അപ്പൊ നമ്മുടെ മനസ്സ് പറയും, ഇപ്പൊ എന്തായി കർത്താവിനോട് ഇറങ്ങിയിട്ട്? നിങ്ങളുടെ മാര്യേജ് എന്തായി? നിങ്ങളുടെ ജോലിക്കാരി എന്തായി? പ്രൈസലോട്ട്. പ്രീച്ചിങ് എങ്ങനെയായി? മിനിസ്ട്രിയുടെ കാര്യം എങ്ങനെയായി? ചർച്ച എങ്ങനെയായി? പ്രൈസലോട്ട്. പലരും വന്നിട്ട് വിട്ടുപോയില്ല. ആൾക്കാരെ മറ്റുള്ളവര് അന്ധകാര ശക്തിയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് എല്ലാം തകർത്ത് കളഞ്ഞ് എന്തായി ഇപ്പം കർത്താവിന് വേണ്ടി നിന്നിട്ട് ഈ അന്ധകാര ശക്തി നമ്മോട് ചോദിക്കും. പക്ഷെ കർത്താവ് നമ്മൾ പറയണം, ദൈവത്തിനോട് നിന്ന് കാരണം ഇന്നേ വരെ ഒന്നും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാതെ കർത്താവ് കാത്തല്ല നമ്മൾ. അതുകൊണ്ട് എത്ര പേര് മരിച്ചുപോയി. ദിവസം എത്രയും പേര് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. പക്ഷെ എന്താ എന്ന് കഴിഞ്ഞാൽ ഈ കർത്താവിന്റെ കൃപയാൽ നമ്മൾ നിൽക്കുന്നുണ്ടല്ലോ, പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത് തന്നെ കർത്താവിന്റെ മഹത്വം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ദൈവത്താല് നമുക്ക് അങ്ങനെ കർത്താവിന് വേണ്ടി പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. കാരണം പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി വാതിൽ തുറന്നു വെക്കുന്നത്. പ്രവൃത്തി ചെയ്യാത്ത ആൾക്കാർ കർത്താവ് ഒന്നും ചെയ്യത്തില്ല. ദൈവവചനത്തിന് വേണ്ടി എന്തൊരു സ്റ്റെപ്പ് വെക്കുന്ന ആൾക്കാണ് കർത്താവ് എന്തെങ്കിലും ചെയ്യുന്നത്. വചനത്തിന് വേണ്ടി. അതാണ് നമുക്ക് ലാസറിന്റെ ജീവിതം നമുക്ക് ലാസറിന്റെ സഹോദരി മർത്താൻ മേരി, ലാസർ മരിച്ചു പോയപ്പോഴും കർത്താവ് അവരെ അതിനു മുമ്പ് കർത്താവ് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കർത്താവിന്റെ പ്രവൃത്തി ആര് ചെയ്യുന്നുണ്ടോ, കർത്താവിനെ ആര് കൈക്കൊള്ളുന്നുണ്ടോ, കർത്താവ് അവർക്കെല്ലാം അവരോട് ഭയങ്കര സ്നേഹമാണ്. മറ്റുള്ളവരുടെ സ്നേഹമുണ്ട്, ഇല്ലെന്നല്ല. അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് കർത്താവ് സ്പെഷ്യലായിട്ട് കരുതും. അതാണ് നമുക്കറിയാം ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചത്. പ്രൈസിലോട്ട്. എത്രമാത്രം പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു. പ്രൈസിലോട്ട്. അപ്പൊ കർത്താവിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഉള്ളിൽ നമ്മളൊന്ന് കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിലോട്ട് എത്രമാത്രം അന്ധകാരശക്തി നമ്മളെ തകർക്കാൻ ശ്രമിച്ചു. വീട്ടുകാരും നാട്ടുകാരെല്ലാം കൊണ്ട് നമ്മളെ പോലീസും കൊണ്ട് പിടിപ്പിക്കാൻ ശ്രമിച്ചു. വിസയില്ലാത്ത ആൾക്കാർ നമ്മളെ അവിടുത്തെ ഗവൺമെന്റുമായിട്ട് കയറ്റി വിടാനായിട്ട് ശ്രമിക്കുന്നു. കർത്താവിനുണ്ട് നിന്നയാൾ കർത്താവ് അവരെ ഫറവോന്റെ രഥചക്രങ്ങളെ തെറ്റിച്ച് കടലിൽ മുക്കി കളഞ്ഞ പോലെ അവരെ രഥചക്രം തെറ്റിച്ച് അവരെ മുക്കിക്കളയും. പ്രൈസ് ലോർഡ്. അവരെ തലമുറകളെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അതാണ് കർത്താവിന്റെ അഭിഷേകത്തിലാണ് കർത്താവ് വരുന്നത്. കർത്താവിന്റെ നാമത്തെ കാക്കുന്ന ആൾക്കാർക്കാണ് കർത്താവ് വരുന്നത്, അല്ലാതെ ഈ ലോകത്തിലെ ആൾക്കാരെ അല്ല. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഇന്ന് കർത്താവിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കും. പ്രൈസ് ലോർഡ്. ഒരു ദേശം കത്തിച്ചിട്ടാലും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. അതാണ് നമ്മൾ ഗോഡ് ഈസ് എ ഗുഡ് ഗോഡ്, ഈസ് എ മൈറ്റി ഗോഡ് ആൻഡ് ഹീസ് എ മിറക്കിൾ ലോർഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. ഫറവോന്റെ ജീവിതം നമുക്കറിയാം. ഇസ്രായേൽ ജനത്തെ അവിടെ മൊത്തം ഇല്ലാതാക്കിയിട്ട് ആ ജനത്തെ രക്ഷിച്ചു. കർത്താവിന് വേണ്ടി നിന്ന ജനത്തെ കർത്താവ് രക്ഷിച്ചു. ആ മോശ കർത്താവിന് വേണ്ടി നിന്ന് എല്ലാവരും കർത്താവിന് വേണ്ടി കുറെ പേര് പ്രതിവർത്തും എങ്കിൽ തന്നെയും അവരെ നയിച്ച ആ മോശയ്ക്ക് അതിയായ വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വസിക്കുന്ന ഒരാളിലൂടെ കർത്താവ് അവരെ മൊത്തം കാത്ത് അവർക്ക് എതിരാളി ശത്രുക്കളെ മൊത്തം ഈ ലോകത്തിൽ നിന്ന് മാറ്റിപ്പെടുത്തി കളഞ്ഞു. അതാണ് നമ്മുടെ ദൈവം. ഇന്ന് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. അതാണ് ഇന്നത്തെ മെസ്സേജ്. അതാണ് കർത്താവിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. ഇത്ര നാളെ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് നമ്മൾ എന്തുകൊണ്ട് കർത്താവിന് വേല ചെയ്യുന്നില്ല? പ്രൈസലോ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഫ്രീ ആണ്, യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാം ഫ്രീ ആണ്. എന്തുകൊണ്ട് ഒരു അധ്യായം ബൈബിൾ എടുത്ത് വായിച്ചു കൂടാ? എന്തുകൊണ്ട് ഒരു അധ്യായം ബൈബിൾ എടുത്ത് വായിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൂടാ?
ഇത് കർത്താവ് തന്ന ദിവസമാണിത്. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ഇന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് തിരിച്ചു വരാണ്ട് പറ്റത്തില്ല. ഒരേ ഒരു ചാൻസ് കർത്താവ് തരുന്നത്. This is the only one and only one chance our God is giving to each and every people, those who are living in this world. Praise the Lord. According to the world records, praise the Lord, 8 billion people are living in this world, more than 8 billion people. How many number of people are received that Jesus Christ is their Lord and Savior? Were received, praise the Lord, hallelujah. Hardly 1 billion people, praise the Lord, hallelujah. Still, 7 billion people are still there to receive in their life that Jesus Christ is their Lord and Savior. Praise the Lord. What you have to do it? We all are the children of God. This is your duty. This is my duty. We have to come out, praise the Lord, from your house every day, once in a week, 2 days or 3 days or 4 days or a couple of hours, 3 hours, 2 hours or 30 minutes. You have to go to your neighbor's place, the street and houses. Praise the Lord, hallelujah. And preach this good news and share this gospel right to everybody and pray for the sick people. Share the good news in front of everybody. This is the only one and only one duty our God has given to the people, those who are born again. Praise the Lord, hallelujah. നമ്മൾ ഇന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ നാളെ കർത്താനുമായി പ്രസംഗിക്കാൻ പറ്റത്തില്ല. Angels are not allowed at all to preach this gospel, to spread the salvation. Only the people, those who are born again and accepted that Jesus Christ is their Lord and Savior, you are only allowed to preach this gospel in front of everybody. Praise the Lord. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹപൂർവ്വം ഉത്സാഹിപ്പിക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ദൈവ സത്യവചനത്തെ മാറ്റമില്ല. ഈ സത്യവചനം പ്രസംഗിക്കുന്ന ആൾക്കാർ അവർ ഒരു നാളും തകരാൻ കർത്താവ് അനുവദിക്കത്തില്ലെന്നാണ് പറയുന്നത്. കർത്താവ് പറഞ്ഞാൽ ജയോസമായിട്ട് വിളി തുറക്കും. എന്റെ പ്രവൃത്തി, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്ന പറയാം. നീ ഇന്ന് ചെയ്ത പ്രവൃത്തി. നിങ്ങൾക്ക് ഇന്ന് ഒരാൾക്ക് വെള്ളം കൊടുത്തല്ലോ, ഒരാൾക്ക് എൻ്റെ നാമത്തിൽ ഒരുത്തെ ഭക്ഷണം കൊടുത്തല്ലോ, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചത്, യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഒറ്റ കാരണത്താൽ നീ ട്രാക്റ്റ് കൊടുത്തത്, കാരണം യേശു ക്രിസ്തുവിലൂടെ രക്ഷയുള്ളതെന്ന് ട്രാക്റ്റ് കൊടുത്തത്, ഈ ഒറ്റ കാരണത്തല്ലേ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നെന്ന് കർത്താവ് പറയുന്നു. എന്നെ കേൾക്കുന്ന ആൾക്കാരോട് കർത്താവ് പറയണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങൾ നിങ്ങൾ വാച്ച് ചെയ്യുന്നത്, പ്രൈസ് ദി ലോർഡ്, ഏതൊക്കെ സിറ്റികൾ നിങ്ങൾ വാച്ച് ചെയ്യുന്നത്, അവർ ഗോഡ് ഈസ് സെയിങ് ടു ഈച്ച് ആൻഡ് എവറി പീപ്പിൾ ടുഡേ, ഇഫ് യു ആർ ഡൂയിങ് ദ ഗോസ്പൽ വർക്ക്, ഐ നോ ദ വർക്ക് വിച്ച് യു ഹാവ് ഡൺ ഫോർ മീ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് പറയുവാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ആൾക്കാർ തള്ളിപ്പറഞ്ഞപ്പോഴും, കൂട്ടുകാർ നമ്മളെ തള്ളിപ്പറഞ്ഞപ്പോഴും, അപവാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മൾ അങ്ങനെയാണ് മോശക്കാരനാണെന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞപ്പോഴും, പ്രൈസ് ദി ലോർഡ്, അതൊന്നെല്ലാം അവഗണിച്ച് അവരോടൊന്നും തിരിച്ചു പറയാതെ ഈ വചനം, കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. ഒറ്റ കാരണത്താൽ അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ നീ മാറ്റത്തില്ല. ദീർഘായുസ് കൊണ്ട് ഞാൻ നിന്നെ സംതൃപ്തി വരുത്തുന്ന ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ബൈബിളിനകത്ത് പറയുന്നു. എന്റെ രക്ഷ ഞാൻ നിനക്ക് കാണിച്ചു തരും. പ്രൈസ് വശത്തും വലതുവശത്തും 1000 പേരും 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരത്തില്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബൈബിളിൽ പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർക്കും കർത്താവ് ഫോണിൽ വായിച്ച് ഇത് അനുഗ്രഹിക്കട്ടെ മെസ്സേജ്. എല്ലാവരും ഷെയർ ചെയ്യും. പ്ലീസ് ഷെയർ ദിസ് ഗോസ്പൽ മെസ്സേജ്. ഓക്കെ, എവരിബഡി. ഓക്കെ, പ്ലീസ് ഷെയർ ദിസ് ഗോസ്പൽ മെസ്സേജ്. Somebody will get very rich. I don't know all the people how the Holy Spirit is touching me. Lots of Holy Spirit, they're using my tongues, in an anointed way. Praise the Lord. Every day it's anointed preaching. Praise the Lord. Different. So please share this gospel message if you are watching online. Praise the Lord. Some people are watching. The broken-hearted people are watching right now. They will get, our God will touch them. If our God is touching them, you are doing the gospel work. Our God will give you. Our God will honor you. Our God will bless your generations. Praise the Lord. ഒരു ആത്മാവിനെ നേടിക്കഴിഞ്ഞാൽ ലോകത്തിൽ എല്ലാവരും ജോഷുവ അംബാസ്, God bless you. Praise the Lord. Hallelujah. Rachinder Nash, God bless you. Shannon Samuel, God bless you. So ഞാൻ പറയട്ടെ, നമ്മൾ ഈ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർ, ഒരാളെങ്കിലും നമ്മൾ വഴിയായിട്ട് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിഫലം വലുതാണെന്ന് കർത്താവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കർത്താവ് പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. അതുകൊണ്ട് തന്നെ എല്ലാവരും കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് നമ്മൾ ചർച്ച് പാസ്റ്റർമാരെ നോക്കാനായിട്ട് പോകണ്ട, അവരെ പെർമിഷൻ എടുക്കാൻ പോകണ്ട. രക്ഷയോട് സ്ഥാനപ്പെട്ട് നമുക്ക് സ്വന്തമായിട്ട് പ്രസംഗിക്കണം, ചർച്ചിലും പോകണം, അവരെയും സപ്പോർട്ട് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. കർത്താവിന്റെ വചനം ആ പാസ്റ്റർമാരുടെ അനുവാദം മേടിച്ച് പ്രസംഗിക്കുക അങ്ങനെയല്ല. You have to go and preach the gospel. This is your duty. നിങ്ങൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരാൾ രക്ഷിക്കപ്പെടാതെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഒരുപക്ഷെ നിങ്ങളോട് കണക്കി വയ്ക്കും. നിങ്ങൾ അവിടെ താമസിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് കർത്താവിനെ കുറിച്ച് അവരോട് പറഞ്ഞില്ല? എന്തുകൊണ്ട് അവര് രക്ഷയിലേക്ക് നിങ്ങൾ വരുത്താൻ നിങ്ങൾ ഒരു വാക്കുപേരും പറഞ്ഞില്ല? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പറഞ്ഞിട്ട് രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മേലെ കർത്താവ് കുറ്റം വിധിക്കത്തില്ല. നിങ്ങൾ
കർത്താവിന്റെ സത്യവിശേഷം പറയാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞു, അത് നിങ്ങളുടെ ഏരിയയിലുള്ള ആളാണെങ്കിൽ നിശ്ചയമായിട്ടും എന്നോടും കർത്താവ് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് തൊട്ട് നിങ്ങൾ കർത്താവിനെ പ്രഘോഷിക്കണം. ഏത് സിറ്റിയിലാണെങ്കിലും എവിടെയാണെങ്കിലും കർത്താവിനെ നിങ്ങൾ പ്രഘോഷിക്കണം. We have to preach the gospel in all the places wherever you are living, no matter in that one. Praise the Lord, hallelujah. Our God will never look at your colors, your background, your family background or anything. God is looking at your heart. Praise the Lord, hallelujah. അതാണ് പറയുന്നത്. സെക്കൻഡ് കൊറിന്ത്യൻസ് പറയുന്നതെന്ന് വെച്ചാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വായിച്ചത്, ക്രിസ്തുവിൽ ഞങ്ങളെ, സെക്കൻഡ് കൊറിന്ത്യൻസ് ചാപ്റ്റർ 4:14, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായിട്ട് നടത്തുന്നു. എത്ര ബുദ്ധിമുട്ടിലും ജയോത്സവം എന്ന് അപ്പോൾ പോൾ പറയുന്നു. കല്ലേറ് കിട്ടിയപ്പോഴും ജയോത്സവം എന്ന് പറയുന്നു. കപ്പൽ അവിടത്തിൽ നിന്ന് ജയോത്സവം എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പം ഈ ദൈവം ജയോത്സവം തരുന്ന ദൈവമാണ്. ആ മെലീത്ത ദൈവം ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ദൈവപ്രമാണി എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി അവരെ കാത്തു പരിപാലിച്ചു. അത് കഴിഞ്ഞ് അവർ പോയത് വലിയൊരു അലക്സാണ്ട്ര കപ്പലിലൂടെ അവർ പോയത്. രാജ്യമായിട്ട് അവർ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. അതാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ദേശം ചിന്തിക്കും, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. അന്ധകാരികൾ ചിന്തിക്കും, ഒന്നുമില്ലാതെ നമ്മൾ കെട്ടിക്കെട്ടിപ്പോകും. ഇല്ല, കർത്താവിന്റെ അഭിഷിക്തന്മാരെ, കർത്താവിനോട് നിന്ന ആൾക്കാർ കർത്താവ് നമുക്ക് വേണ്ടി നിൽക്കും. ഇതാണ് പഴയ നിയമം തൊട്ട് പുതിയ നിയമം തൊട്ട് എല്ലാ പുസ്തകത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവഭക്തന്മാരെ അപമാനിക്കുന്ന ആൾക്കാർ പോരാട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ തലമുറ ഇല്ലാതെ പോയാലാണ് കർത്താവിന്റെ അഭിഷേകന്മാർക്കൊന്നും പറഞ്ഞില്ല. കർത്താവിന്റെ അഭിഷേകത്തെ സംരക്ഷിക്കാൻ കർത്താവ് ശക്തനാണ്. ദാനിയേൽ പുസ്തകം നമുക്കറിയാം. ദാനിയേൽ പുസ്തകം വായിക്കണം. നമുക്ക് കർത്താവിന് വേണ്ടി നിന്നതായിരുന്നല്ലേ. ലോകം ചിന്തിച്ച് സിംഹം തിന്നു കളയുന്നു സിംഹകൂട്ടില്. പക്ഷേ ആ രാജാവ് ദാനിയേലിനെ ചെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ സിംഹത്തിന്റെ വായ കർത്താവ് അടപ്പിച്ചതായിട്ട് കണ്ടു. ദാനിയേൽ പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് അവർക്കെതിരായിട്ട് നിന്ന ആൾക്കാർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ദൈവഭക്തന്മാർക്ക് ആർക്കെതിരായിട്ട് നിന്നോ അവരെല്ലാം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം കർത്താവിന്റെ ശക്തി അറിഞ്ഞിട്ടുണ്ട്. അത് അന്നും ഇന്നും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്പം കർത്താവ് ദീർഘക്ഷമം തരുന്നത് എല്ലാവരും കർത്താവിനെ അറിയട്ടെ എന്ന് വിചാരിച്ച് മാത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരെയും I want to pray for each and every people, the people, those who are watching online. Praise the Lord. Book of book of 2 Corinthians chapter 2 verses 14. This Bible saying, but thanks be to God who always leads us in triumph in Christ in all the areas of your life. In all the areas of your life, our God want to get you the victory for you. Praise the Lord, hallelujah. Only one thing, we have to walk, you know that one, by the presence of the Lord. How we can walk by the presence of the Lord? Pray to the Lord, preach the gospel, do the good news, good work in front of everybody. Then this God will bless you. This God will remember you. This God will keep his commandments, keep his promises. Praise the Lord, hallelujah. This is what I want to say. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആയിരിക്കുന്നു. പിതാവെ നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തെ കടത്തി എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനേക ആൾക്കാർ കർത്താവിന്റെ വചനം കേൾക്കാനായിട്ട് വന്നിട്ടുണ്ട്. കർത്താവ്, Father, in the name of Jesus Christ, I pray for all the people right now, especially the people watching from UK, Europe, Africa, North and South American, Asian countries. I pray for all the people right now. I sprinkle the blood of Jesus Christ right now. The people, pray for the people right now. That means the devil already blinded the eyes of the people those who are doing the gospel. This is what I want to say. Praise the Lord. In the name of Jesus Christ, sprinkle the blood of Jesus Christ. Open the blind eyes right now. In the name of Jesus Christ right now. In the name of Jesus Christ. And declare the revival. Wherever the man of God and woman of God, the people, those who are preaching the gospel, wherever they are facing the troubles, in the name of Jesus Christ, I sprinkle the blood of Jesus Christ right now and declare the deliverance right now and declare the wonderful gospel revealed in this place right now in all the places throughout the nations. Father God, I pray for the people, those who are watching from UK and especially from Asian countries and African countries, North and South America, in all the places. Heavenly Father, I pray for the revival right now, Father, in the name of Jesus Christ. Heavenly Father, I pray and bless each and every people right now. I pray for the city where I'm living right now, the London. Heavenly Father, I pray and bless the city right now, Father, in the name of Jesus Christ. Especially the people, those who are watching online, Stephen Diamond, God bless you. Shibu Chiran, God bless you. Praise the Lord, hallelujah. Joshua Abbas, God bless you. Kincher, Man, Shannon, Samuel, Glory, Moon, and Derek, and William, and everybody, people, those who are watching, God bless you. Praise the Lord, hallelujah. I pray for once again more. I pray for each and every people. In Jesus' name. Amen. God bless you. Praise the Lord. വിട്ടുകൊടുക്കല്ല. കർത്താവിന്റെ ദിവസം ചെയ്യാം. ശത്രുക്കൾ കാണും, എതിരാളികൾ കാണും. Praise the Lord, hallelujah. അതൊന്നും നോക്കാൻ പോകരുത്. Praise the Lord. ഇന്ന് കണ്ട മിശ്രമേ നാളെ ഒന്നും കാണുന്നില്ലല്ലോ. അവരൊക്കെ ഇവിടേക്ക് മാറ്റപ്പെടും. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകണം.
just പുറകോട്ട് വെക്കണം. To go forward each and every time. You will see the glory of the Lord if you believe in God. God bless you. Thank you.